പൃഥ്വിരാജും ജയസൂര്യയും ഒരുമിച്ച് അഭിനയിച്ച സിനിമകളിലൊക്കെ ഇവരെ ക്യാരക്ടേഴ്സിന് ഒരു പാറ്റേൺ ഉണ്ട്. ഈ പാറ്റേൺ ബ്രേക്ക് ചെയ്ത ഒരു സിനിമയുണ്ട്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. പൃഥ്വിരാജും ജയസൂര്യയും ഏകദേശം ഒരേ സമയത്ത് തന്നെ കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള രണ്ട് ആക്ടേഴ്സാണ്. ഇവരൊരുമിച്ച് കുറച്ചധികം സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ ആദ്യം അഭിനയിച്ച സിനിമ നോക്കിക്കഴിഞ്ഞാൽ അത് സ്വപ്നക്കൂടാണ്. സ്വപ്നക്കൂടിൽ പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ കുഞ്ഞൂഞ്ഞ് എന്ന് പറയുന്ന ക്യാരക്ടറും ജയസൂര്യ അവതരിപ്പിച്ചത് അഷ്ടമൂർത്തി അല്ലെങ്കിൽ കഷ്ടമൂർത്തി എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ പൃഥ്വിരാജ് എന്ന ആക്ടറിനെ കുറിച്ചും ആ ഒരു വ്യക്തിയെക്കുറിച്ചും പറയുന്ന ജാട എന്ന് പറയുന്നത് ഫസ്റ്റ് വന്നത് ഈ ഒരു സ്വപ്നക്കൂടിലാണ്. കുഞ്ഞൂഞ്ഞ് എന്ന് പറയുന്ന ക്യാരക്ടർ പറയുന്നുണ്ട്, ഛേദമില്ലാത്തൊരു നമ്പർ അല്ലേടാ ഈ ജാട എന്ന്. സോ ഇതിൽ കുഞ്ഞൂഞ്ഞാണ് ജാട ഇടുന്ന ഒരു ക്യാരക്ടർ. അത് കുഞ്ഞൂഞ്ഞിൻ്റെ ഒരു നമ്പറാണ്. എന്നാൽ അഷ്ടമൂർത്തി നിരന്തരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് ക്യാരക്ടേഴ്സിൻ്റെ ഒരു പവർ ഡൈനാമിക്സ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഡോമിനേറ്റിംഗ് ഇവിടെ കുഞ്ഞൂഞ്ഞ് തന്നെയാണ്. അപ്പോൾ കുഞ്ഞൂഞ്ഞ് പല കാര്യത്തിലും ഈ ഒരു ആറ്റിറ്റ്യൂഡ്, ഈ ഒരു ജാട, ഇത് രണ്ടും കൊണ്ട് കുഞ്ഞൂഞ്ഞ് മിക്ക സീനുകളിലും ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അഷ്ടമൂർത്തിയുടെ ക്യാരക്ടറിന് അത്ര ഡോമിനേറ്റിംഗ് ഇല്ല. ഒരു പൊടിക്ക് താഴെ നിൽക്കുന്ന രീതിയിലാണ് ഈ ഒരു അഷ്ടമൂർത്തിയുടെ ക്യാരക്ടർ വരുന്നത്. ഇനി ഇവർ ഒരുമിച്ച് അഭിനയിച്ച ഒരു അടുത്ത സിനിമ എന്ന് പറഞ്ഞാൽ വെള്ളി നക്ഷത്രമാണ്. അതിലെ നായകൻ പൃഥ്വിരാജാണ്. ഇതിലൊരു ചെറിയൊരു ക്യാമിയോ റോള്, അതായത് നായികയായിട്ടുള്ള ഇന്ദു എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ മുറച്ചെറുക്കൻ്റെ റോളായിട്ടുള്ള ഒരു ഓട്ടോ ഡ്രൈവറുടെ റോളാണ് ജയസൂര്യ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ബേസിക്കലി ആ ഒരു പവർ ഡൈനാമിക്സ് വ്യക്തമാണ്. ഈ വിനോദ് എന്ന് പറയുന്ന പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ ആ രാജകുടുംബത്തിലെ മരുമകനാണ്. ഈ ഓട്ടോ ഡ്രൈവർ വന്നിട്ട് സാർ എന്ന് വിളിച്ചിട്ടാണ് വിനോദിനോട് സംസാരിക്കുന്നത്. സോ അവിടെ പവർ ഡൈനാമിക്സ് നോക്കുകയാണെങ്കിൽ അഗെയിൻ പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ തന്നെയാണ് പവർ കൊണ്ട് ഒരു മുകളിലെ പൊസിഷനിൽ നിൽക്കുന്നത്. ജയസൂര്യയുടെ ക്യാരക്ടർ പവർ കൊണ്ടും ഈ സോഷ്യൽ ക്ലാസ് കൊണ്ടും താഴെ തന്നെയാണ് നിൽക്കുന്നത്. ഇതിനുശേഷം ഇവർ ഒരുമിച്ച് അഭിനയിച്ച സിനിമ ക്ലാസ്മേറ്റ്സ് ആണ്. ഇതിൽ പൃഥ്വിരാജ് അവതരിപ്പിച്ച് സുകുമാരൻ എന്ന് പറയുന്ന ക്യാരക്ടറും ജയസൂര്യയുടെ സതീശൻ കഞ്ഞിക്കുഴി എന്ന് പറയുന്ന ക്യാരക്ടറുമാണ്. ഈ സിനിമ ചെയ്യുമ്പോഴേക്കും രണ്ടുപേരും നായകന്മാരായിട്ട് അത്യാവശ്യം സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇവർ സ്റ്റാർസായി മാറിയിട്ടില്ലെങ്കിലും രണ്ടുപേർക്കും അത്യാവശ്യം നായകന്മാരായിട്ടുള്ള സിനിമകളും വിജയ ചിത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പൊതുവെ നമ്മൾ സിനിമ കാണുന്നവർക്കിടയിൽ അത്യാവശ്യം ഇഷ്ടമുള്ള രണ്ട് യുവതാരങ്ങൾ എന്നൊരു ലെവലിലേക്ക് അവർ എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയിൽ ഇവർ തമ്മിലുള്ള ഫൈറ്റ് സീക്വൻസിലൊക്കെ പൃഥ്വിരാജിൻ്റെ ക്യാരക്ടറിനാണ് ഡോമിനൻസ് വരുന്നത്. ഇപ്പോൾ ജയസൂര്യ നിന്ന് തല്ലുകൊള്ളുന്നു എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു പല സമയത്തും. സാധാരണ ഒരു നായകൻ തല്ലുമ്പോൾ തല്ലുകൊള്ളുന്നവരെ ഭാഗത്തേക്ക് നമ്മൾ നോക്കാറില്ല, തല്ലുന്ന നായകനെ മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യാറ്. പക്ഷെ ഇവിടെ ഇവർ രണ്ടുപേരും നമുക്ക് അറിയുന്നതുകൊണ്ട് രണ്ടുപേരെയും നമ്മൾ നോക്കും. അപ്പോൾ ഒരാൾ നിന്ന് തല്ലുകൊള്ളുന്ന പോലത്തെ ഒരു ഫീല് പല സമയത്തും ഉണ്ടായിരുന്നു. സോ ഈ സിനിമ നല്ല രീതിയിൽ സ്വീകരിക്കപ്പെട്ടു. ഇവർ രണ്ടുപേരും അതിൽ കറക്റ്റ് കാസ്റ്റിംഗ് ആയിരുന്നു. കാരണം ഇങ്ങനെ ഒരു വിപ്ലവ പാർട്ടിയുടെ തിളച്ചു നിൽക്കുന്ന ഒരു നേതാവ് എന്ന് പറയുന്നൊരു ക്യാരക്ടറിലേക്ക് പൃഥ്വിരാജ് കറക്റ്റ് ആപ്റ്റായിരുന്നു. ഇതേ സമയം ഇത്തരത്തിൽ മെയ്ക്കരുത്തിലൂടെ ജയിക്കാൻ പറ്റാത്തടത്ത് ബുദ്ധിയും കുതന്ത്രവും ഉപയോഗിച്ച് കാര്യങ്ങൾ നേടിയെടുക്കുക, എതിരാളിയെ തോപ്പിക്കുക എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ ജയസൂര്യയും പക്ക കാസ്റ്റിംഗ് ആയിരുന്നു. സോ ഈ ഒരു സിനിമ കഴിഞ്ഞപ്പോൾ രണ്ടുപേർക്കും നല്ല രീതിയിൽ അപ്രീസിയേഷൻ കിട്ടി. പക്ഷെ അവിടെയും പവർ ഡൈനാമിക്സ്, അതായത് ഒരു ഫിസിക്കൽ കോമ്പാറ്റ് വരുന്ന സമയത്ത് ഇവിടെയും ഈ ഒരു പവർ ഡൈനാമിക്സിൽ പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ തന്നെയായിരുന്നു കുറച്ച് മുകളിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടർ. ഇതിനുശേഷം ഇവർ ഒരുമിച്ച് അഭിനയിച്ച സിനിമയാണ് ചോക്ലേറ്റ്. ചോക്ലേറ്റ് ഇവരുടെ കരിയറിൽ, ഇവരുടെ ഒരു സ്റ്റാർഡത്തിലും അതേപോലെ ഇവരുടെ ഒരു പബ്ലിക് ഇമേജിലും നല്ല രീതിയിൽ സ്വാധീനം ചെലുത്തിയ ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സ്റ്റാർഡം കിട്ടുന്നത് പുതിയ മോഹത്തിന് ശേഷമാണെങ്കിലും ചോക്ലേറ്റിന് ശേഷമാണ് പൃഥ്വിരാജ് ഒരു മിനിമം ഗ്യാരണ്ടി നായകനായി മാറുന്നത്. ഈ ചോക്ലേറ്റ് എന്ന സിനിമയിൽ പൃഥ്വിരാജ് ജയസൂര്യ ഒരുമിച്ചുള്ള ഇഷ്ടമല്ലേ എന്ന സോങ്ങാണ് ആദ്യം വരുന്നത്. സിനിമയ്ക്ക് മുമ്പ് തന്നെ ആ സോങ് വരുന്നു. സോ ഈ ഒരു ഗാനം കാണുമ്പോൾ ഇതിൽ ഇവർ രണ്ടുപേരും ഉണ്ട്, പൃഥ്വിരാജും ജയസൂര്യയും ഉണ്ട്. സോ രണ്ടുപേർക്കും ഇതിൽ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളൊരു ഫീൽ നമുക്ക് കിട്ടുന്നു. രണ്ടുപേർക്ക് രണ്ട് നായികമാരുണ്ട്. പിന്നെ സാധാരണ ഗാനങ്ങളിലൊക്കെ പെയറുകളാണ് ഒരുമിച്ചുണ്ടാവുക. ഇതിൽ നായകന്മാർ ഒരുമിച്ച് പാടി വരുന്നു, നായികമാർ ഒരുമിച്ച് അപ്പുറത്ത് വരുന്നു. അങ്ങനെ ഒരു വ്യത്യസ്തതയും ഈ പാട്ടിനുണ്ടായിരുന്നു. പാട്ട് അത്യാവശ്യം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. സോ നമ്മൾ സിനിമ കാണാൻ പോകുമ്പോൾ നമ്മുടെ പ്രതീക്ഷ രണ്ടുപേർക്ക് ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സിനിമ എന്നുള്ളതാണ്. ഈ സിനിമയിൽ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇതിൽ ഫൈറ്റ് വരുന്ന സമയത്ത് പൃഥ്വിരാജിൻ്റെ ശ്യാം എന്ന് പറയുന്ന ക്യാരക്ടർ ഇറങ്ങി ഫൈറ്റ് ചെയ്യുന്നു. ജയസൂര്യയുടെ രഞ്ജിത്ത് എന്ന ക്യാരക്ടർ ഒരു പേടിത്തൊണ്ടനായ, ഒരു ഫൈറ്റിലൊക്കെ പേടിയുള്ള ഒരാളായിട്ടാണ് കാണിക്കുന്നത്. സോ ഇതിൽ തന്നെ ഒരു കുട വിറയ്ക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. കുട ഇങ്ങനെ വിറയ്ക്കുന്നത് ഈ ജയസൂര്യ ക്യാരക്ടർ അതിൽ പിടിച്ചിട്ട് ഇങ്ങനെ വിറയ്ക്കുന്നതിലാണ്. ആക്ച്വലി ആ സീനൊക്കെ കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയത് അങ്ങനെ ഒരു പടം ചെയ്യേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ്. അതായത് നമ്മളൊരു ആക്ടറാണ്, സിനിമ ഡിമാൻഡ് ചെയ്യുന്ന റോള് ചെയ്യണം. ബട്ട് സ്റ്റിൽ ഒരു നായക നടനായിട്ട് ഇൻഡിവിജ്വലി ഒറ്റയ്ക്ക് സിനിമകൾ ചെയ്യുന്ന ഒരു നായക നടൻ വന്നിട്ട് മറ്റൊരു നായക നടൻ്റെ കൂടെ ചെയ്യുമ്പോൾ ഇത്രയും താഴ്ന്നു പോകുന്ന രീതിയിൽ ഒരു ക്യാരക്ടർ ചെയ്തതായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. സോ ഈ ഒരു സിനിമയിൽ ഇത്തരം സീനുകളൊക്കെ കഴിയുന്നതോടുകൂടി ഇവരെ രണ്ടുപേരുടെയും ഒരു പബ്ലിക് ഇമേജിൽ കാര്യമായ മാറ്റം വന്നു.
പൃഥ്വിരാജിന് ഒരു ഡോമിനേറ്റിംഗ്, ഒരു ആൽഫ മെയിൽ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു മാച്ചോ മാൻലി ഇമേജ് കിട്ടുകയും ജയസൂര്യക്ക് ഇത്തരത്തിലുള്ള ഒരു സ്റ്റാറിന് വേണ്ട ഒരു ആറ്റിറ്റ്യൂഡും ഇമേജും ഉണ്ടല്ലോ, ആ ഒരു കാര്യം ഈ ഒരു റോളിന് ഉണ്ടായിരുന്നില്ല. ആക്ടേഴ്സ് തമ്മിലുള്ള കമ്പാരിസൺ അവർ ഒരുമിച്ച് അഭിനയിച്ചില്ലെങ്കിലും നടക്കുന്നുണ്ട്. പക്ഷേ ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ ഇത് ലൈവായിട്ട് ആൾക്കാർ കാണുകയാണ്. സോ അവിടെ സംഭവിക്കുന്നത് ഒരു സ്റ്റാറിന് വേണ്ടതായിട്ട് നമ്മൾ കരുതുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, ഈ ഒരു ആറ്റിറ്റ്യൂഡും ഈ ഒരു മാൻലിനെസ്സും, അതൊക്കെ ഇവിടെ ഒരു ആക്ടർ അത് കാണിക്കുന്നു. മറ്റേ ആക്ടർ ഇതൊന്നുമില്ലാത്ത രീതിയിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് അവിടെ വ്യക്തമായിട്ടുള്ള ഒരു ഡിവിഷൻ സംഭവിക്കുകയാണ് ആൾക്കാരുടെ മൈൻഡിൽ. സോ ഇയാൾ സ്റ്റാർ ആവാൻ പോവാണ്, ഇയാൾ അങ്ങനത്തെ ഒരു രീതിക്കല്ല പോകുന്നത് എന്നുള്ളത്. സോ അവിടെ ആക്ച്വലി എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് ആ സിനിമ ചെയ്തത് ഓക്കെയാണ്, ആ സിനിമയിൽ പക്ഷെ അത്തരം സീനുകൾ ജയസൂര്യയുടെ ക്യാരക്ടർ ചെയ്യേണ്ടിയിരുന്നില്ല, അത്രയും ഒരു പേടിത്തൊണ്ട ലെവലിലേക്ക് ചെയ്യേണ്ടിയിരുന്നില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അതുവരെ ഇൻഡിവിജ്വലി സിനിമകൾ ചെയ്ത് ഒറ്റയ്ക്ക് ഹിറ്റുകൾ കിട്ടുന്ന രണ്ട് ആക്ടേഴ്സാണ്. അപ്പോൾ അവർ ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ ഏകദേശം തുല്യ പ്രാധാന്യം അല്ലെങ്കിൽ തുല്യമായൊരു സ്റ്റാർഡം നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഇതിന് ശേഷം നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. ചോക്ലേറ്റ് എന്ന സിനിമയോടുകൂടി പൃഥ്വിരാജിൻ്റെ ആ ഒരു പവർ ഡൈനാമിക്സ് സിനിമയിൽ മാത്രമല്ല അവരൊരു സ്റ്റാർ വാല്യൂയിലും പൃഥ്വിരാജിൻ്റെ സ്റ്റാർ വാല്യൂ പെട്ടെന്ന് തന്നെ മുകളിലേക്ക് പോയി. ഇത് കഴിഞ്ഞ് ഇവർ ഒരുമിച്ച് അഭിനയിച്ച സിനിമയാണ് കങ്കാരു. കങ്കാരുവിൽ നമ്മൾ നേരത്തെ പറഞ്ഞ വെള്ളി നക്ഷത്രം എന്ന സിനിമയുടെ നേരെ റിവേഴ്സാണ്. ഇവിടെ പണക്കാരൻ ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യുന്നത് ജയസൂര്യയാണ്, മോനിച്ചൻ എന്ന് പറയുന്ന ക്യാരക്ടർ. ഇവിടെ ഓട്ടോ ഡ്രൈവറെ റോൾ ചെയ്യുന്നത് ജോസൂട്ടി എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്നത് പൃഥ്വിരാജാണ്. അപ്പോൾ ഇതിൽ കുറേ സീനിലൊക്കെ ഈ ഒരു പണക്കാരൻ്റെ ഡോമിനൻസ് ഉണ്ട്. പള്ളിയിൽ വെച്ചിട്ട് ഇവർ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നുണ്ട്, ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ഇവർ തമ്മിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ തിരിച്ച് തല്ലാനൊന്നും പോകുന്നില്ല, ആളങ്ങ് ഒതുങ്ങി പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ അവസാനം ആകുമ്പോഴേക്കും ഈ ജയസൂര്യ ക്യാരക്ടർ ഇതിൽ വില്ലൻ ആവുകയാണ്. സോ പിന്നെ നായകനും വില്ലനും തമ്മിലുള്ള ഒരു പ്രോപ്പർ ഫൈറ്റിൽ വീണ്ടും ജയസൂര്യയുടെ ക്യാരക്ടർ തല്ലുകൊള്ളുന്നു, അവസാനം കൊല്ലപ്പെടുന്നു. സോ അവിടെ തുടക്കത്തിൽ ഈ പറയുന്ന ഒരു സോഷ്യൽ ഹൈറാർക്കി അല്ലെങ്കിൽ ഒരു എക്കണോമിക് ക്ലാസ് ഒക്കെ വെച്ചിട്ട് മോനിച്ചൻ കുറച്ച് ഡോമിനേറ്റിംഗ് ആണെങ്കിലും ക്ലൈമാക്സ് ആകുമ്പോഴേക്കും ഈ ഒരു മോനിച്ചൻ പ്രോപ്പർ വില്ലനാവുകയും ജോസൂട്ടി പ്രോപ്പർ നായകനാവുകയും ചെയ്യുന്നതോടെ വീണ്ടും ഈ പവർ ഡൈനാമിക്സ് മാറി പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ തന്നെയാണ് അവിടെ ഡോമിനേറ്റ് ചെയ്തിട്ട് ഈ സിനിമ അവസാനിക്കുന്നത്. ലോലിപോപ്പാണ് പിന്നീട് അവർ ഒരുമിച്ച് അഭിനയിച്ച സിനിമ. ആ സിനിമയിൽ പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ തന്നെയാണ് ഡോമിനേറ്റിംഗ്. ഇതിൽ കുഞ്ചാക്കോ ബോബൻ്റെ ക്യാരക്ടറും ജയസൂര്യയുടെ ക്യാരക്ടറൊക്കെ ഉണ്ടെങ്കിലും ഫ്രാങ്കോ എന്ന് പറയുന്ന ക്യാരക്ടറാണ് അതിൽ ഈ ഒരു മാൻലി മാച്ചോ, ഒരു ഹീറോ ആണ്, പ്രോപ്പർ ഒരു ഹീറോ ക്യാരക്ടറിൻ്റെ ആറ്റിറ്റ്യൂഡൊക്കെ ഉള്ളൊരു റോളാണ് ഈ പറയുന്ന ഫ്രാങ്കോ എന്ന് പറയുന്ന ക്യാരക്ടറിനുള്ളത്. ഈ സിനിമയിൽ സലീം കുമാറിൻ്റെ ക്യാരക്ടർ പൃഥ്വിരാജിൻ്റെ ക്യാരക്ടറിനോട് പറയുന്നുണ്ട്, നിൻ്റെ കൂടെ നിന്നാലേ ഇവൻ നന്നാവൂ എന്ന്. അത് ഈ ക്യാരക്ടറിനോട് പറയുന്നതായിട്ടാണോ അതോ ആക്ടേഴ്സ് നിങ്ങൾ ഒരുമിച്ച് സിനിമകൾ ചെയ്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുമിച്ച് രക്ഷപ്പെടാം എന്നുള്ളതാണോ എന്ന് എനിക്ക് ഡൗട്ട് തോന്നിയിട്ടുണ്ട്. ആ ഒരു ഡയലോഗ് കണ്ടപ്പോൾ ഇങ്ങനെ ഒരു പേഴ്സണൽ ടച്ച് ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ലോലിപോപ്പിലെ പൃഥ്വിരാജ് ഒരു മെക്കാനിക്കാണ്. ആ മെക്കാനിക്കിൻ്റെ വർക്ക്ഷോപ്പിലെ പണിക്കാരനാണ് ജയസൂര്യയുടെ ക്യാരക്ടർ. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ മുതലാളിയുടെ കയ്യിൽ നിന്ന് പണിക്കാരൻ തല്ലു വാങ്ങുന്ന സീനുകളെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഇവർ ഒരുമിച്ചുള്ള സീനുകളിലെല്ലാം ഡോമിനേറ്റ് ചെയ്യുന്നത് പൃഥ്വിരാജിൻ്റെ ഫ്രാങ്കോ എന്ന ക്യാരക്ടർ തന്നെയാണ്. അതിനുശേഷം ഈ പ്രാഞ്ചി എന്ന് പറയുന്ന ജയസൂര്യ ക്യാരക്ടർ ക്ലൈമാക്സ് ആകുമ്പോൾ ആൾ വില്ലനാണ്. അപ്പോൾ വില്ലനായിട്ട് ആൾക്കൊരു സീനൊക്കെ ഉണ്ട്, ഒരു ചെറിയ ഡാൻസ് ഒക്കെ ചെയ്യുന്ന, അതായത് ഈ ജെന്നിയെ കല്യാണം കഴിക്കാൻ പറ്റും എന്ന് അറിഞ്ഞതിന് ശേഷമുള്ള പുള്ളിയുടെ ഒരു ആഹ്ലാദത്തിൻ്റെ കുറച്ച് സീനൊക്കെ ആൾക്ക് കിട്ടുന്നതല്ലാതെ പിന്നെ അവസാനം ഒരു പ്രോപ്പർ വില്ലൻ അവസാനം ഫൈറ്റ് ചെയ്യുന്നു, തല്ലുകൊള്ളുന്നു, ഇതൊക്കെ തന്നെയായിട്ടാണ് അവസാനിക്കുന്നത്. സോ അവിടെ വെച്ച് ഈ ചോക്ലേറ്റിൽ ഉണ്ടായ ആ ഒരു ഡാമേജിൻ്റെ ഗ്യാപ്പ് കുറച്ചുകൂടെ കൂടി എന്ന് പറയാം, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റാർഡത്തുള്ള വ്യത്യാസം കുറച്ചുകൂടെ കൂടി എന്നുള്ളതാണ് ഈ ഒരു സിനിമയിൽ എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ അവർ ഒരുമിച്ച് അഭിനയിച്ചത് മുംബൈ പോലീസ് എന്ന് പറയുന്ന സിനിമയിലാണ്. മുംബൈ പോലീസിൽ തുടക്കം തൊട്ടേ അങ്ങനെയാണ്. അതായത് ജയസൂര്യയുടെ ക്യാരക്ടർ നേവിക്കാരുമായിട്ട് പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർ തല്ലാൻ വരും, പോലീസ് സ്റ്റേഷനിൽ വന്ന് തല്ലും എന്നായപ്പോൾ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഇരിക്കാനാണ് ആ ക്യാരക്ടർ തീരുമാനിക്കുന്നത്. സോ അത്തരം ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ പേടിച്ചിരിക്കുന്ന, എന്ത് ചെയ്യുമെന്ന് അറിയാതെ ഇരിക്കുന്ന ആര്യൻ ജോണിനെ സംരക്ഷിക്കാൻ വരുന്ന അത്രയും അരഗൻ്റായ മാൻലി ആയ ചങ്കൂറ്റമുള്ള ഒരു പോലീസുകാരനാണ് പൃഥ്വിരാജ് അവതരിപ്പിക്കുന്നത്, ആൻ്റണി മോസസ്. സോ അവിടെ തന്നെ പവർ ഡൈനാമിക്സ് ക്ലിയറായി. പിന്നീട് ഈ സിനിമയിൽ ഒരു എൻകൗണ്ടർ നടക്കുന്നുണ്ട്, അത് പറയുന്നേ ഉള്ളൂ, കാണിക്കുന്നില്ല. ഈ എൻകൗണ്ടർ ശരിക്കും ചെയ്യുന്നത് ആൻ്റണി മോസസ് ആണ്, പക്ഷേ അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കുന്നത് ആര്യൻ ജോണിനാണ്. കാരണം അവനാണ് അതിൻ്റെ ആവശ്യം, വീട്ടുകാരുടെ മുന്നിൽ ആളാവാനുള്ള ഒരു സാധ്യത അവിടെ ഉള്ളതുകൊണ്ട് അങ്ങനെ കൊടുക്കുന്നു. സോ അവിടെ ആര്യൻ ജോണിൻ്റെ ക്യാരക്ടർ ഓൾറെഡി ഫാമിലിയിൽ തന്നെ ഒരു വിലയില്ലാത്ത ഒരാളാണ്. അയാൾക്ക് ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് വരുമ്പോഴാണ് ആൾ കുറച്ചുകൂടെ ആക്റ്റീവ് ആവുന്നതും. സോ അവിടുത്തെ ഒരു പവർ ഡൈനാമിക്സ്, ഈ ഒരു മാൻലിനെസ് കൊണ്ടാണെങ്കിലും ഈ ഒരു ആറ്റിറ്റ്യൂഡും ചങ്കൂറ്റും എല്ലാം വെച്ച് നോക്കുമ്പോൾ ആൻ്റണി മോസസ് തന്നെയാണ് അവിടെയും ഡോമിനേറ്റിംഗ്. സോ ഇതുവരെ ഞാൻ പറഞ്ഞത് ഇവർ ഒരുമിച്ച് അഭിനയിച്ച എല്ലാ സിനിമയും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ ഇവരുടെ ആറ്റിറ്റ്യൂഡിൽ, പേഴ്സണലി ഇവരുടെ ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസങ്ങളുണ്ട്. രണ്ടുപേരും രണ്ട് വ്യക്തികൾ തന്നെയാണ്.
പക്ഷെ ഇവർ ഒരുമിച്ച് അഭിനയിക്കുമ്പോഴും ഇവരെ ക്യാരക്ടേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്യാരക്ടർ പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ എപ്പോഴും ജയസൂര്യയുടെ ക്യാരക്ടറിനെ ഡോമിനേറ്റ് ചെയ്യുന്ന പോലെയാണ് വരുന്നത്. ഇനി ഇൻ കേസ് ഇവരുടെ സോഷ്യൽ ക്ലാസ് കൊണ്ടൊക്കെ ജയസൂര്യ ക്യാരക്ടർ മുകളിലാണെങ്കിലും പടം തീരാറാവുമ്പോഴേക്കും ഈ പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ നായകനായി മറ്റേ വില്ലനായി ഇത് നേരെ തിരിഞ്ഞ് സിനിമ അവസാനിക്കുന്ന സമയത്ത് ഈ ഒരു ഡോമിനൻസ് പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ തന്നെയാണ് വരുന്നത്. സോ ഇത് ഇവരുടെ സ്റ്റാർഡത്തിലും ഇവരുടെ ഒരു പബ്ലിക് ഇമേജിലുമൊക്കെ ഈ ഒരു ക്യാരക്ടേഴ്സിൻ്റെ സെലക്ഷൻ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഇനി ഈ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്ത സിനിമ അതാണ് അമർ അക്ബർ അന്തോണി. ഈ സിനിമയിൽ അമർനാഥ് എന്ന ക്യാരക്ടറാണ് പൃഥ്വിരാജ് അവതരിപ്പിച്ചിരിക്കുന്നത്, അക്ബർ എന്ന ക്യാരക്ടറാണ് ജയസൂര്യ അവതരിപ്പിച്ചിരിക്കുന്നത്. അമർ അക്ബർ അന്തോണിയിൽ ഇവർ ഈ പാറ്റേൺ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ഈ സിനിമ ഇപ്പോഴും നമുക്ക് കൂടുതൽ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്നത്. ഈ സിനിമ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇത് ഏകദേശം സ്വപ്നക്കൂടിലെ ഇവരെ ക്യാരക്ടേഴ്സിന് ഇവർ റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ നമിത പ്രമോദിൻ്റെ ക്യാരക്ടറിൻ്റെ പിന്നാലെ നടക്കുന്ന ഒരുപാട് സീനുകളുണ്ട്. ഈ സീനിലൊക്കെ ഏറ്റവും ഒലിപ്പിച്ചുകൊണ്ട് നടക്കുന്നത് ഈ പറയുന്ന അമറിൻ്റെ ക്യാരക്ടറാണ്. ഈ സമയത്തൊക്കെ അക്ബറിൻ്റെ ക്യാരക്ടർ നിനക്കൊന്നും ആണോ അല്ലടാ അവളുടെ പിന്നാലെ നടക്കാൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. ഏകദേശം നമ്മളുടെ സ്വപ്നക്കൂടിലെ കുഞ്ഞു കുഞ്ഞു പറയുന്ന പോലെ ജാടായിട്ട് നിൽക്കുന്നത്. അവസാനം ഈ നായികയെ കിട്ടുന്നത് അക്ബറിൻ്റെ ക്യാരക്ടറിനാണ്. ഇത് പല സീനുകളിലും ഉണ്ട്. നിങ്ങളെ സിനിമ ഇനി ക്ലോസ് ആയിട്ട് കാണുമ്പോൾ അറിയാം. ഇതിൽ ഈ ഫസ്റ്റ് ഈ ഒലിപ്പിക്കൽ ഡയലോഗുകൾ പറയുന്നത്, അല്ലെങ്കിൽ അവൾ എന്നെ ശ്രദ്ധിച്ചായിരുന്നു, അവൾ അവസാനം നോക്കി നോട്ടം നീ കണ്ടില്ലേ എന്ന് പറയുമ്പോൾ ഇത്തരം ഡയലോഗുകൾ പറയുന്നത് പൃഥ്വിരാജിൻ്റെ ക്യാരക്ടറാണ്. ഈ സമയത്ത് ജയസൂര്യ ക്യാരക്ടർ പറയുന്നത് അവൾ നിന്നെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല, നിനക്ക് വേറെ തോന്നണാണ് എന്ന് പറഞ്ഞ് അയാളെ അടിച്ചിരുത്തുന്ന ക്യാരക്ടറാണ് ഈ അക്ബറിൻ്റെ ക്യാരക്ടർ. ഈ ഒരു സിനിമയിൽ പൃഥ്വിരാജിൻ്റെ ക്യാരക്ടറിനെക്കാളും ഡോമിനേറ്റ് ചെയ്യുന്നത് പല സീനുകളിലും ഡയലോഗ് കൊണ്ട് ഈ ഒരു ജാഡ ആറ്റിറ്റ്യൂഡ് കൊണ്ടും ഡോമിനേറ്റ് ചെയ്യുന്നത് അക്ബർ എന്ന് പറയുന്നത് ജയസൂര്യ ക്യാരക്ടറാണ്. അതായത് നമ്മൾ ഒരിക്കൽ സുരാജേട്ടൻ പറഞ്ഞാൽ ഈ സിനിമയിൽ ആരാ പൃഥ്വിരാജ് എന്ന് ചോദിച്ച പോലെ അമർ അക്ബർ അന്തോണിയിൽ ആരാ പൃഥ്വിരാജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജയസൂര്യ ചെയ്ത അക്ബർ എന്ന ക്യാരക്ടറാണ്. അത് തന്നെയാണ് ആ സിനിമയുടെ ഒരു വ്യത്യസ്തതയും. ഇല്ലെങ്കിൽ ഇത് വീണ്ടും നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള, അതായത് ഇത്രയും കാലം നമ്മൾ കണ്ടിട്ടുള്ള പൃഥ്വിരാജ് ജയസൂര്യ സിനിമകളെ പോലെ തന്നെ ഇവരെ ക്യാരക്ടേഴ്സ് വന്നിരുന്നെങ്കിൽ കാണുമ്പോൾ നമുക്ക് ബോറടിച്ചാണ്. ഇത് തന്നെയല്ലേ നമ്മൾ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഒരു വ്യത്യസ്തത കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഈ ഒരു പവർ ഡൈനാമിക്സിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. സോ ആ പാറ്റേൺ ബ്രേക്ക് ചെയ്തത് അമർ അക്ബർ അന്തോണി എന്ന സിനിമയിലാണ്. ഇതിനിടയിൽ റോബിൻ ഹുഡ് എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. അതിൽ പക്ഷേ ഇത്തരത്തിൽ ഇവരുടെ കോമ്പിനേഷൻ സീൻസോ അല്ലെങ്കിൽ ഇവരുടെ ഒരു പവർ ഡൈനാമിക്സ് വരുന്ന രീതിയിലുള്ള സീക്വൻസുകളോ കഥാസന്ദർഭങ്ങളോ ഒന്നുമില്ല. സോ അതുകൊണ്ടാണ് അതിനെ പറയാതിരുന്നത്. സോ ഇതാണ് പൃഥ്വിരാജും ജയസൂര്യയും ഒരുമിച്ച് അഭിനയിച്ച സിനിമകളിൽ ഇവരെ ക്യാരക്ടേഴ്സിന് ഉണ്ടായിരുന്ന ഒരു പാറ്റേൺ. അത് അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ ഇവരുടെ ഒരു പേഴ്സണാലിറ്റി കൊണ്ടോ വന്ന ഒരു പാറ്റേൺ ആണ്. ഇത് ബ്രേക്ക് ചെയ്ത സിനിമയാണ് അമർ അക്ബർ അന്തോണി. പിന്നെ ആ ഒരു സിനിമയ്ക്ക് ശേഷം ഇവരെ ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക. ഈ ചാനലിലെ മറ്റു വീഡിയോസ് കണ്ടു നോക്കുക. ഇത്തരം കണ്ടന്റുകളിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു കാര്യം പറയാൻ വേണ്ടി വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.